നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. അതൃപ്തി മാറാതെ CPI. സംസ്ഥാനത്തെ പോലീസ് പ്രവർത്തനത്തിൽ അതൃപ്തി അറിയിച്ച് കാനം രാജേന്ദ്രൻ. പോലീസ് നടപ്പാക്കേണ്ടത് സർക്കാർ നയമെന്നാണ് സങ്കല്പം. എന്നാൽ ഇപ്പോഴുള്ള പ്രവർത്തനം അങ്ങനെയല്ല. ഇക്കാര്യം ഉചിതമായ വേദിയിൽ ഉന്നയിക്കുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി. അതേസമയം മന്ത്രിമാർക്കും നേതൃത്വത്തിനുമെതിരെ CPI സംസ്ഥാന കൗൺസിലിൽ രൂക്ഷ വിമർശനം. ഭരണത്തിൽ CPI മന്ത്രിമാരുടെ സാന്നിധ്യം പ്രകടമല്ല. പാർട്ടിയെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഇവർ പിണറായിയെ കണ്ടുപഠിക്കണമെന്നും ആക്ഷേപം. വിവിധ ബോർഡ് കോർപ്പറേഷൻ അധ്യക്ഷന്മാരുടെ തിരഞ്ഞെടുപ്പ് പ്രത്യേക താൽപര്യം പരിഗണിച്ച് CN ചന്ദ്രനെ കാറും ഓഫീസും ഇല്ലാത്ത ബോർഡിന്റെ തലപ്പത്തിരുത്തിയെന്നും വിമർശനം. സംസ്ഥാന ഭരണത്തിൽ CPI മന്ത്രിമാർ കാര്യഗൗരവത്തോടെ ഇടപെടണമെന്നും നിർദ്ദേശം. വിജിലൻസിന് വീണ്ടും വിചാരം. അന്വേഷണ വീഴ്ചയിൽ വിജിലൻസിനെതിരായ കോടതി പരാമർശം പരിശോധിക്കാൻ ഡയറക്ടർ ജേക്കബ് തോമസിന്റെ നിർദ്ദേശം. ജീവനക്കാരുടെ കുറവ് അടക്കമുള്ള വിഷയങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയത് വിജിലൻസ് ലീഗൽ അഡ്വൈസർ ബിജു മനോഹറിനെ. നടപടി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരായ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയെന്ന വിജിലൻസ് കോടതിയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെ അതിനിടെ സംസ്ഥാന വിജിലൻസ് സർക്കാരിന്റെ കളിപ്പാവായെന്ന വിമർശനവുമായി വീണ്ടും രമേശ് ചെന്നിത്തല. കേരളം വിട്ട് കേന്ദ്രത്തിലേക്ക്. കേരളത്തിലെ കോൺഗ്രസ് പ്രശ്നങ്ങളിൽ തെല്ലും മൈൻഡില്ലാതെ ഉമ്മൻചാണ്ടി. രാഷ്ട്രീയകാര്യ സമിതി യോഗവും ഗ്രൂപ്പ് ഭിന്നതയും ഒഴിവാക്കി ശ്രദ്ധ ദേശീയ രാഷ്ട്രീയത്തിലേക്ക്. നോട്ട് അസാധുവാക്കലിനെ തുടർന്നുണ്ടായ പ്രതിസന്ധികളും കേന്ദ്രവിരുദ്ധ നിലപാടുകളും ഉയർത്തിക്കാട്ടി തലസ്ഥാനത്ത് മുൻ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഡിലാറിയോ കമ്പനിയെ പ്ലാസ്റ്റിക് നോട്ട് അടിക്കാൻ പരിഗണിച്ചത് എന്തിനെന്ന് മോദി വ്യക്തമാക്കണം. നടപടി ചോദ്യം ചെയ്ത് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയെന്നും ഉമ്മൻചാണ്ടി. പത്രസമ്മേളനത്തിൽ മുൻ മുഖ്യനൊപ്പം K മുരളീധരനും. അതേസമയം 14-ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉമ്മൻചാണ്ടി പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ട്. KPCC പ്രസിഡന്റിന്റെ പിന്തുണയോടെ അത് പരിഹരിച്ചു വരുന്നതായും പ്രതിപക്ഷ നേതാവ്. തിരഞ്ഞെടുപ്പിന് കാഹളം. രാഷ്ട്രീയ പോരാട്ടത്തിന് വിസിൽ മുഴക്കി 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം. അധികാര തർക്കം രൂക്ഷമായ ഉത്തർപ്രദേശിൽ ഫെബ്രുവരി 11 മുതൽ വോട്ടെടുപ്പ് 7 ഘട്ടങ്ങളിലായി. പഞ്ചാബ്, ഗോവ സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായി തിരഞ്ഞെടുപ്പ് ഫെബ്രുവരി 4-ന്. ഉത്തരാഖണ്ഡിൽ അടുത്ത മാസം 12-നും മണിപ്പൂരിൽ മാർച്ച് 4, 8 തീയതികളിൽ 2 ഘട്ടമായും തിരഞ്ഞെടുപ്പ്. മുഴുവൻ സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ മാർച്ച് 11-ന് നടക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. വിജ്ഞാപനത്തോടെ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ. 690 മണ്ഡലങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ആകെ ജനവിധി തേടുന്നത് 16 കോടി വോട്ടർമാർ. പോളിംഗ് ബൂത്തുകളിൽ ക്രമീകരിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ പതിച്ച വോട്ടിംഗ് മെഷീനുകളെന്നും നസീം സെയ്ദി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2655 രൂപ, പവൻ 21,240 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി ഇനി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.